പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിച്ചിട്ടുണ്ട്: എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയില്ല എന്നുള്ള വചനമാണ്. ചില മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം നന്മകൾ, ഏതെല്ലാം ഉയർച്ചകൾ, ഏതെല്ലാം ശ്രേഷ്ഠതകൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞാലും അതിലൊന്നും ശരിയായ തലത്തിലുള്ള സന്തോഷം അനുഭവിപ്പാൻ കഴിയാതെ, തൃപ്തിപ്പെടുവാൻ കഴിയാതെ അതൃപ്തരായിട്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നാം എസ്തേറിൻ്റെ പുസ്തകം 5-ാം അധ്യായം 13, 14 ഒക്കെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ഓർപ്പിക്കുന്നൊരു വാക്ക് നോക്കുക: എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ വാതിക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്കൊരു തൃപ്തിയും ഇല്ല എന്നും ഹാമാൻ പറഞ്ഞു. ഹാമാനെ സംബന്ധിച്ചിടത്തോളം അഹശ്വേരോശ് രാജാവിൻ്റെ പട്ടണത്തിൽ, രാജ്യത്തിൽ ഉന്നതമായ പദവിയാണ് തനിക്ക് ഉള്ളത്. ഏറ്റവും മാന്യമായൊരു കുടുംബം, ഉത്തമമായ ജീവിത പശ്ചാത്തലം, രാജ്യത്ത് തനിക്കുള്ളതായ പദവിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നിലവാരത്തിലുള്ളതായ ജീവിത പശ്ചാത്തലങ്ങളെല്ലാം ഹാമാൻ്റെ ജീവിതത്തിനകത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം ശ്രേഷ്ഠമായ മണ്ഡലങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ഒരു പ്രവാസിയായിരിക്കുന്ന, യഹൂദനായിരിക്കുന്ന മൊർദെഖായിയെ കാണുമ്പോൾ തൃപ്തിപ്പെടുവാൻ കഴിയാത്തവനായി ഹാമാൻ ഓരോ വാക്കുകളും ഉപയോഗിക്കുമ്പോൾ ഈ വാക്യം ഓർപ്പിക്കുന്നത് ജീവിതത്തിനകത്ത് നേടിയതിൽ, ജീവിതത്തിനകത്തുള്ളതിൽ, ജീവിതത്തിനകത്തായിരിക്കുന്നതിലൊന്നിലും വേണ്ടതുപോലെ തൃപ്തിപ്പെടുവാൻ കഴിയാത്തവനായി തീരുകയും ദൈവത്തിൻ്റെ ദാസനായ മൊർദെഖായിയെ കാണുമ്പോഴൊക്കെയും അവനെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ഏറ്റവും വലിയ താല്പര്യത്തോടും ഇഷ്ടത്തോടും കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് ഹാമാൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ സന്തോഷിക്കുവാനാണെങ്കിൽ, തൃപ്തിപ്പെടുവാനാണെങ്കിൽ, സമാധാനപ്പെടുവാനാണെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളുമാണ് ഹാമാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നത്. അതൊന്നും കൊണ്ട് ഹാമാന് സന്തോഷിപ്പാൻ കഴിയാഞ്ഞതുകൊണ്ട്, തൃപ്തിപ്പെടുവാൻ കഴിയാഞ്ഞതുകൊണ്ട് ഭക്തനായ മൊർദെഖായിയെ ഇല്ലാതെയാക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹത്തോടെ മുൻപോട്ട് കടന്നുപോയതുകൊണ്ട് ഹാമാൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയാണ് സംഭവിക്കപ്പെട്ടതെന്ന് നാം ഈ എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഗ്രഹിപ്പാൻ, മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഹാമാൻ എന്നേക്കുമായി അപമാനിതനായി, നിന്ദിക്കപ്പെട്ടവനായി, തൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടവനായി, തൻ്റെ ഉണ്ടായിരുന്ന നന്മകളെല്ലാം നഷ്ടപ്പെട്ടവനായി താൻ അവസാനിക്കുന്ന ഒരു ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു മൊർദെഖായിയെക്കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ മൊർദെഖായിയുടെ ജീവിതത്തിൽ കഷ്ടമാണ്, വേദനയാണ്, ദുഃഖമാണ്, അപമാനമാണ്, ഒറ്റപ്പെടലാണ്. പക്ഷേ ജീവിതത്തിൽ ദൈവം തന്നതിലൊക്കെ സന്തോഷിക്കുന്ന മൊർദെഖായിയെ സംബന്ധിച്ചിടത്തോളം പിന്നത്തേതിൽ ദൈവം തന്നെ മാനിപ്പാനും തന്നെ ഉയർത്തുവാനും ഇടയായിത്തീർന്നു. അതിന് പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തന്നോടുകൂടെ ഉണ്ടെന്നും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ലെന്നും ഓർത്തുകൊണ്ട് കഷ്ടതയാണെങ്കിലും, നിന്ദയാണെങ്കിലും, അപമാനമാണെങ്കിലും, പട്ടിണിയാണെങ്കിലും ഒക്കെ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും മുൻപോട്ട് പോകുവാൻ മൊർദെഖായി മനസ്സ് വെച്ചതുകൊണ്ടാണ് മൊർദെഖായിയുടെ ജീവിതം ധന്യമായ, അനുഗ്രഹമായ അനുഭവമായി തീരുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ ഹാമാൻ അങ്ങനെയല്ല. ഹാമാൻ തൃപ്തിപ്പെടുവാൻ കഴിയാതെ പോയതുകൊണ്ട് ഹാമാൻ്റെ ജീവിതം തകർന്നു പോകുവാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹാമാനെ പോലെ തൃപ്തിയില്ലാത്തവരായിട്ടാണോ നാം ജീവിക്കുന്നത്? അത് നമ്മുടെ തകർച്ചയിൽ നമ്മെ എത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉള്ള സാഹചര്യത്തിൽ
തൃപ്തിയോടെ ജീവിക്കാനായിട്ട് മൊർദെഖായിയെ പോലെ നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിച്ചനുഗ്രഹിപ്പാനും ഇടയായിത്തീരും. ആ ദൈവാനുഗ്രഹത്തിനു വേണ്ടി നമുക്കിരിക്കാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഒരിക്കലും ഹാമാനെ പോലെ തൃപ്തിയില്ലാത്തവനായി ജീവിച്ചിട്ട് നശിച്ചു പോകുന്ന ഒരനുഭവത്തിൽ എത്തിപ്പെടാതിരിക്കേണ്ടതിനും ജീവിതത്തിൽ ലഭ്യമാകുന്നത് എന്തായിരുന്നാലും അതിൽ തൃപ്തിയുള്ളവരായി ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും ദൈവത്തെ ആരാധിച്ചും കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാനും മൊർദെഖായിയെ പോലെ ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.